ഒന്നെങ്കിലും മരിച്ചു കിടക്കണ എന്റെ മുറച്ചിറക്കനാണ്. ജീവിച്ചിരുന്നപ്പോ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അതും പോട്ട്, ഇന്നലെ വരെ അവന്റെ തലയിൽ ഒരു നുള്ളു മുടിയില്ല. ഇന്ന് തലയിൽ വിഗും വെച്ച് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി കുട്ടിക്കൂറ പൗഡർ ഇട്ട് കിടത്തിയിരിക്കുന്ന കോലം കാണണം. എന്റെ പൊന്നു മക്കളെ, അതിനെടുത്തിരുന്ന് കുറച്ച് പെണ്ണുകൾ വാവളന്ന് കരയണ കണ്ട ഉണ്ടല്ല, ചിരിച്ചിരിച്ച് മണ്ണ് കപ്പി പോകും. നിന്ന് കാല് വയ്യ കേട്ടാ, ഇത് ഇരിക്കട്ടാ. ഓ അയ്യോ, ആഹാ, ചെരുപ്പ് രണ്ടായല്ല. പണ്ട് ഉണ്ണിയണ്ണനെ സണ്ണിയണ്ണനെ ഒരുമിച്ച് കൊണ്ട് നടന്ന പോലെ. എന്റെ പൊന്നെ, എന്റെ മൈനി ഇത് വല്ലതും അറിഞ്ഞോന്തോ. ഹലോ, The number you are trying to call is currently not reachable. Please try again later. അപ്പി മൈനി വരുമ്പോ ഒന്ന് പറയണേ, മരിച്ചെന്ന്. മരിച്ചു കിടക്കുന്ന ആളെ ഫോട്ടോ എടുക്കാനല്ലേ ഞാൻ വന്നത്. നീ ഇങ്ങനെ മരിച്ചടന്ന് വിളിക്കാതാ, ഞാൻ എത്തിക്കോളാം. അമ്മച്ചി, അമ്മച്ചി, കളവി ഒന്ന് തിരിഞ്ഞു നോക്കിയാണെന്നേ. നീ കൈതട്ട് വിളിക്കുമ്പോ ഞാൻ വരാ. എന്താടാ ബലിക്കാക്കടാ? നീ ആരാടാ ചെറുക്കാ? ഞാൻ സ്റ്റില്ലെടുക്കാൻ വന്നേണ് കേട്ടാ. എടുക്കണതൊക്കെ കൊള്ളാം. അപ്പി കൈ ഒന്നും മുറിച്ച് വെച്ച് കളയരുത് കേട്ടാ. ഇവിടെ ഒന്ന് കുപ്പിച്ചില്ലെടുക്കാൻ വന്നതല്ല, ഞാൻ ഫോട്ടോഗ്രാഫറാണ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. ഫോട്ടോ എടുക്കാൻ വന്ന ആളാണെന്ന്. എടാ മോനെ, നല്ലൊരു ഫോട്ടോ ഇടടാ. ഞാൻ ഫോട്ടോ എടുത്തുതരാം, പക്ഷെ നാളെ കുളത്തിൽ നിങ്ങൾ വരും. കുളത്തിൽ വരെ എന്താ മാക്കറിയാ? ഞാൻ ചരമക്കുളത്ത് ഇങ്ങനെ കിണിച്ചോണ്ടിരിക്കണ ഫോട്ടോ വരെ വന്ന്. ഈ ക്യാമറയും തൂക്കിയിട്ട് നടന്ന് നിനക്ക് എന്തൊരു കിട്ടും? ആണ്ട് ഈ കഴുത്തിന്റെ 2 സൈഡ് നല്ല വേദന കിട്ടും. എന്നിട്ട് വല്ലതും കിട്ടിയാടാ? അവിടെ നിന്ന് ആണ്ടേ സാമ്പ്രാണി തിരി കിട്ടി. എടാ ഫോട്ടോ വല്ലതും കിട്ടിയോന്ന്? അതാണ്ടേ, ഇത് കണ്ടാ നിങ്ങള്? എടാ ഇത് മറ്റേ ഗുണാക്കാവല്ലേടാ സുഭാഷേ. കിളവി, ഞാൻ ഭരിച്ചടക്കണ ബോഡിയുടെ അടുത്തുനിന്ന് ഒരു അമ്മച്ചി വാവലിച്ചീറിക്കൊണ്ടിരിക്കണ ഫോട്ടോ. ഇത് മറ്റേ സുഭദ്രയാക്കന്റെ കണ്ട വായല്ലേടാ? അയ്യോ, വേറെ വല്ല ക്ലോസറ്റ് ഉണ്ടാ? ഇനി ക്ലോസറ്റാ വീട്ടിൽ പോലും ഇല്ല, ഞാൻ തന്നെ പണയിലാണ് പോയി. അതല്ല, വല്ല ഫോട്ടോ ഉണ്ടാ നോക്കിനി. ഓ അതാണ്ട് മരിച്ചു കിടക്കുന്ന സുഹൃത്ത് മറ്റൊരു സുഹൃത്തിന് അന്ത്യചുംബനം കൊടുക്കുന്ന കണ്ണ് നനയിപ്പിക്കുന്ന കാഴ്ച. ഈ വർഷത്തെ അവാർഡ് ഈ ഫോട്ടോ കണ്ട് ഞാൻ തൂക്കും. എനക്ക് ഒരുപാട് കിട്ടും. ഇത് ഇന്നലെ മരിച്ചവ എന്തൊരു സാധനം അടിച്ചിരിക്കണെന്ന് മണപ്പിച്ച് നോക്കണത് എന്തരടേ? അതായിരുന്നല്ലേ. അല്ല, ഈ മരിച്ച പുള്ളി ആരായിട്ട് വരും? രാത്രി പ്രാതമായിട്ട് വരും. അതല്ല, നിങ്ങൾ ആരായിട്ട് വരും? എന്റെ ഒരു മുറച്ചെറുക്കനായിട്ട് വരും. പണ്ട് എന്റെ പുറകിൽ നിന്നൊക്കെ നടന്നു കേട്ടാ. മുമ്പേ നടന്ന അങ്ങനെ നിങ്ങളെ കണ്ട് പേടിക്കുമായിരിക്കും, അതായിരിക്കും പിറകെ നടന്നത്. എന്തരേ? അല്ല, ഈ പുള്ളിക്കാരെ എങ്ങനെ മരിച്ചത്? ഓ, അടിച്ച് വിറ്റായി വന്നിട്ടേ കത്തിച്ചു വെച്ചിരുന്ന കൊതുതിരി എടുത്ത് ജിലേബിയാണെന്ന് പറഞ്ഞങ്ങ് തിന്ന് അതോടങ്ങ് തീർന്ന് പല്ലൊക്കെ പോയി കേട്ടാ. രാജകുടുംബത്തിലായിരുന്ന ഇങ്ങേര്? എന്ത്? അല്ല, പല്ലക്ക് പോയെന്ന് പറഞ്ഞു. എടാ, പല്ല് പോയെന്നേ. അതായിരുന്നല്ലേ. നീ താമസിക്കാതെ രാജകുടുംബത്തിലുള്ള ആവും. എന്ത്? പല്ലൊക്കെ പോവാറായിട്ടുണ്ട്. അടക്കം പറഞ്ഞായിരുന്നാ? അടക്കം പറയാൻ മരിച്ചു കിടക്കണവ എങ്ങനെയാടാ അടക്കം പറയും? അതല്ല, നിങ്ങൾ അടക്കം പറഞ്ഞായിരുന്നോ? മരിച്ചു കിടക്കണ എന്റെ കള്ള മാപ്പിളയല്ലേ ഞാൻ അടക്കം പറയാൻ? ഞാൻ ഉറച്ചു തന്നെ പറയും. ഞാൻ ഇത് ആരടുത്ത് പറയണത്? ഈ പുള്ളിയുടെ ക്യാരക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ ക്യാരറ്റും ബീട്രൂട്ടൊന്നും ഞാൻ നോക്കാൻ പോയിട്ടില്ല കേട്ടാ. കിളവി സ്വഭാവം എങ്ങനെ ഉണ്ടായിരുന്നു? എടാ, പന്ന സ്വഭാവം മക്കളെ. അന്നല്ലേ? അപ്പൊ ദഹനത്തിന് എങ്ങനാ? ദഹനത്തിന് ഒരു നുള്ളി വെളുത്തുള്ളി കൊടുത്താൽ മതി, സെറ്റാ. അതല്ല, പിന്നെ ദഹിപ്പിക്കണ്ടേ? എനിക്ക് അതിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണം. ആ വടക്കൊച്ചത്തെ മാവ് ഞാൻ മുറിക്കട്ടാ. ആ മാവ് മുറിക്കണ കയ്യെ ഞാൻ വെട്ടും. വർഷത്ത് 10-15 രൂപ മാങ്ങ കാരണ മാവ്. അല്ല, അപ്പൊ ദഹിപ്പിക്കണ ഫോട്ടോ എനിക്ക് എടുക്കണ്ടേ? അതിന്റെ മുകളിൽ ഒരു കാക്ക കൂടി ഇരിക്കണ അതിന്റെ ചുള്ളി പറക്കിയിട്ട് കത്തിച്ച് ദഹിപ്പിച്ച് നീ ഫോട്ടോ എടുത്താ മതി. കലിപ്പന്റെ കൊച്ചു കാലാരി ഭയങ്കര ദേഷ്യമാണല്ലേ. അമ്മച്ചിന്റെ പേരെന്തോന്ന്? എന്റെ പേര് പാറക്കുട്ടി മോനെ. ഒറ്റയ്ക്കേ ഉള്ള? പാറുവിന്റെ കൂടെ ഒരു കുട്ടി കിടക്കണ കണ്ടില്ലേ? ഒറ്റയ്ക്കേ ഉള്ളാന്ന്. എനിക്കൊരു കണവൻ ഉണ്ടായിരുന്നു. വരട്ടി തിന്നാ കണവേ? എനിക്കൊരു മാപ്പിള ഉണ്ടായിരുന്നെന്ന്. എടാ, എങ്ങനെ സെറ്റാക്കിയത്? ഞാനേ പണ്ടൊരു കപ്സിറപ്പായിരുന്നു. അല്ല, അപ്സരസായിരുന്നു. നിങ്ങള് സെറ്റാക്കണ പോലെ മറ്റേ വാഴത്തോപ്പൊന്നും ഇപ്പൊ ഇല്ലല്ലാടാ. മറ്റേ ഈ പച്ച സാധനത്തിൽ ഒരു ഉണ്ട ഉള്ള മൊബൈലില് എന്നെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോളൊക്കെ വിളിക്കൂലേ, വാട്സപ്പ്. അതൊന്നും ഇല്ലാത്ത കാലത്ത് ഉണ്ടായ ഒരു പ്രേമം. പക്ഷെ എന്റെ മാപ്പിള ഒരുപാട് പെണ്ണുകളെയൊക്കെ കണ്ടു കേട്ടാ. എന്നാലും ലാസ്റ്റ് എന്നെ തന്നെ കെട്ടിയടാ മോനെ. അത് കട കാലിയാക്കണ സമയത്ത് ചില ആളുകൾ വന്ന് വാങ്ങും. അതേ അങ്ങേരും ചെയ്തോളൂ. എന്റെ പേരെന്തരടേ? വണ്ടി സിസിക്ക് എടുക്കണ കേട്ടിട്ടുണ്ട്. പേര് സിസിക്ക് എടുത്ത് EMI ഇടുന്ന ഫസ്റ്റ് ആയിട്ട് കേക്കണത് കേട്ടോ. കിളവി പേര് സിസിക്ക് എടുത്തെന്നല്ല, എന്റെ ഇൻഷ്യലാണ് പറഞ്ഞത്. സിസി. എന്റെ അച്ഛൻ ഇപ്പൊ ഉണ്ടാ? എന്റെ അച്ഛൻ മരിച്ചു പോയ മച്ചി. അയ്യോ, എങ്ങനെയാടാ മക്കളെ? ആലോചിച്ചു നിന്നപ്പോ മരിച്ചു.
ആ ആലോചിച്ച് ചെന്നപ്പോഴാ? ആലുവേല അങ്കമാലി ചെന്നപ്പോഴല്ല, ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോ മരിച്ചുപോയി. അതെങ്ങനെ? അച്ഛൻ ട്രെയിൻ പാളത്തിൽ കൂടെ നടന്നു പോവായിരുന്നു. ഒരു ട്രെയിൻ സ്പീഡിന് വന്നതും വലത്തോട്ട് ചാടണോ ഇടത്തോട്ട് ചാടണോ അച്ഛൻ ആലോചിച്ചു. ട്രെയിൻ ഇത് വല്ല ആലോചിക്കോ, പിടിച്ചെടുത്തോണ്ട് അച്ഛനെ കൊണ്ടൊരു എന്തായാലും നീ വന്നതല്ലേ മക്കളെ. അമ്മച്ചി ഒരു 4-5 ഫോട്ടോ ഒക്കെ ഇടുമോനെ. മുതുകളവിയായിട്ട് ഞാൻ നിങ്ങളെ ഫോട്ടോ എടുക്കാനാണ് വന്ന. ഈ മരിച്ചിടക്കണ പുള്ളിയുടെ ഫോട്ടോ എടുക്കാനല്ലേ വന്നത്. ഒരു ക്യാമറ കൊണ്ട് 100 പേരെ ഫോട്ടോ എടുക്കാൻ വേണം. ഒരു പോസ്. വിചാരിച്ചു മണ്ട വളത്. അയ്യോ എന്റെ അയ്യോ നാട് ഓടിഞ്ഞു മക്കളെ. അയ്യോ അയ്യോ. ഓ മുതുക്ക് വെയിറ്റ് ചെയ്യും, മുതുക്ക് കളവി. അപ്പൊ നിക്കടാ മക്കളെ, പതുക്കെ പിടിയടാ. അയ്യോ എന്റെ നടുവൊക്കെ പോയി. ഒന്ന് നേരെ ഇരുന്നോ, ഒന്ന് നേരെ ഒന്ന് ചിരിച്ചാണ്. എന്തിനടാ? നിങ്ങളൊരു ഫോട്ടോ എടുക്കട്ടാ? പോടാ, നീ മരിച്ചവന്റെ ഫോട്ടോ എടുക്കുന്നല്ലേ പറഞ്ഞത്. നിങ്ങളിപ്പൊ മരിക്കുമല്ല. തമിഴ്നാട്ടിൽ നിന്ന് വന്ന് മലയാളികളെ ചിരിപ്പിച്ചവരുടെ കൂട്ടത്തിൽ ഒരാൾ കൂടിയാണ്. അതെ അതെ. സുജ എന്ത് ചെയ്യുന്നു? ഞാനേ ഒരു അസിസ്റ്റന്റ് നേഴ്സാണ് ഹോസ്പിറ്റലിലെ. ഹോസ്പിറ്റലാ? ഇവിടെ വീട് എവിടെയാണ് കറക്റ്റ്? ഞാൻ വീട് പളുകൽ എന്ന് പറയും. പാറശാല കഴിഞ്ഞിട്ട് പളുകൽ, കന്നുമാമുടനെ ഇപ്പറ. ശരി സുജ, വീട്ടില് വേറെ ആരൊക്കെയുണ്ട്? വീട്ടില് എനിക്കൊരു കൊച്ചുണ്ട്, 11 വയസ്സായി. പിന്നെ ഹസ്ബൻഡ് മേസ്തിരി പണിയാണ്. മേസ്തിരി പണിയാണ്. സുജയുടെ അച്ഛനമ്മ? അമ്മയുണ്ട്, പപ്പയുണ്ട്. അവരവിടെ തമിഴ്നാട്ടില്. ഞാനിപ്പോ ഇവിടെ തൃശ്ശൂരാണ് താമസിക്കുന്നത്, വാടകയ്ക്ക് താമസിക്കുന്നത്. തൃശ്ശൂരാണ്. ജോലിയൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് മാറിയതാണ്? അതല്ല, ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ലൈഫില്. എന്ന് വെച്ചാൽ ഞങ്ങള് 3 പെമ്പിള്ളേരായിരുന്നു. വളർന്നു വന്ന ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. പപ്പ ഒരു വലിയ കുടിയനായിരുന്നു. അമ്മ ഈ അണ്ടി ഓഫീസ് കശുവണ്ടി ഫാക്ടറിയില്ലേ, അതിലൊക്കെ പോയാണ് ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയത്. അതില് പഠിപ്പിക്കാനൊന്നും നിവർത്തിയില്ലായിരുന്നു. ചേച്ചി 8ാം ക്ലാസ് പഠിപ്പിച്ച് നിർത്തി. എന്നെ 10ാം ക്ലാസ് ആയപ്പം 8ല് പഠിപ്പിച്ച് അവളെ കശുവണ്ടി ഫാക്ടറി കൊണ്ടുപോകാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് ആയപ്പം എന്നെ ഒരു വർഷം അങ്ങ് കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പഠിപ്പിക്കുമെന്ന്. എന്നുവെച്ചാൽ നിവൃത്തിയില്ല. വീട്ടിൽ വന്ന് കിടന്ന് എന്നും കരയും, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പഠിപ്പിക്കുക അമ്മ, എന്തെങ്കിലും ഒരു ചെറിയ കോഴ്സ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വർഷം വരെ കമ്പനി കൊണ്ടുപോയിട്ട് പിന്നെ എല്ലാവരും കൂടെ പറഞ്ഞ് ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിരെന്ന് പറഞ്ഞ് +1 +2 പഠിക്കാൻ വെച്ച് എന്നെ ഒരു ANM കോഴ്സും പഠിപ്പിച്ച്. അപ്പൊ അങ്ങനെ ചേച്ചിയെ കെട്ടിച്ചു കൊടുത്ത് ഈ പിരിവൊക്കെ എടുത്തതുപോലെ. അടുത്ത സീനിയാരിറ്റിയിൽ ഞാനാണ് നിൽക്കുന്നത്. എന്റെ ഒരു കുഞ്ഞമ്മ കൊണ്ടുവന്ന പ്രൊപ്പോസൽ ശ്രീധനൊന്നും വേണ്ടെന്ന് പറഞ്ഞ് എന്നെ കെട്ടിക്കൊണ്ടൊക്കെ പോയി. എന്റെ അമ്മയും പപ്പയും ഒരു ടാർപ്പിട്ട് ഷെഡിനകത്താണ് കിടക്കണേ. അപ്പൊ ഞാൻ ഒരു വീട് വെച്ച് പകുതിയായപ്പോ ഇവർക്ക് പഞ്ചായത്തിൽ നിന്ന് വീട് സാങ്ഷനായി. ഞാൻ ഒരു ചെറിയ വീട് വെച്ച് കൊടുത്ത്. ആ സമയം നമുക്ക് ഈ പൈസയുടെ പ്രശ്നവും കൊറോണ ടൈമൊക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായി. ചേട്ടന് ബാക്ക് പെയിൻ ഉണ്ട്, അങ്ങനെ അധികം പണിക്ക് പോകാനൊന്നും പറ്റാതെയൊക്കെ ആയിരുന്നു. ഞാൻ ഈ കടം തീർക്കാൻ വേണ്ടി പലിശയ്ക്ക് എടുത്ത് അങ്ങനെ വാങ്ങിച്ച് ഇങ്ങനെ വാങ്ങിച്ച് മൊത്തം കടക്കാരിയായി. വീട്ടിന് ലോൺ എടുത്ത് എനിക്ക് എല്ലാവരുടെ വായിൽ നിന്നും വഴക്കും എല്ലാം കേട്ട് തുടങ്ങി. മടുത്തുപോയി മേഡം എൻ്റെ ജീവിതം. എനിക്ക് 3 വർഷം കഴിഞ്ഞ് കിട്ടിയതാണ് എൻ്റെ മോളെ. അപ്പോൾ ലാസ്റ്റ് ഒരു ദിവസം ഞാൻ വീട്ടിൽ ഇരുന്ന് പറഞ്ഞ്, ചേട്ടാ നമുക്ക് ഇനി ജീവിക്കണമെന്നൊന്നുമില്ല ചേട്ടാ. എന്താണെന്ന് വെച്ചാൽ പണ്ടേ കഷ്ടപ്പെടുന്നു, ഇനിയും കഷ്ടപ്പെടാൻ വയ്യ, നമുക്ക് എന്തായാലും മരിക്കാന്ന് പറഞ്ഞ്. നമുക്ക് റെയിൽവേ ട്രാക്കിൽ വല്ലതും ചാടാം. അപ്പം നമ്മൾ 3 പേരും കൂടി ഇങ്ങനെ നടന്നു പോകണം. ഒരു ചെറിയ ബാഗും ഉണ്ട്, ചേട്ടൻ അപ്പുറത്ത് നടക്കണം. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ വരുമ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ച് വലിക്കും, 3 പേരും കൂടി അങ്ങ് ചാടണമെന്ന് പറഞ്ഞ്. എന്റെ കൊച്ചു പറയല്ലേ, എന്റെ ചെല്ല മമ്മി നമുക്ക് മരിക്കണ്ടെന്ന്. എന്തെന്നാ ഈ പറയണത്? കൊച്ചു നല്ല ക്യാച്ച് ചെയ്യും കേട്ടോ, അവൾക്ക് നന്നായിട്ട് അറിയാം. നമ്മളെ ഈ ഭാരാബ്ദങ്ങളൊക്കെ പറയണ അവൾക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെ എന്നെ കാല് പിടിച്ച് വലിച്ച്. അപ്പൊ എന്റെ മനസ്സൊക്കെ ദൈവമേ, ഒന്നാതെ എനിക്ക് 3 വർഷം കഴിഞ്ഞ് കിട്ടിയ കൊച്ചാണ്. അപ്പം ചേട്ടൻ പറഞ്ഞു, എടി നമുക്ക് ഇപ്പൊ ഒന്നും ചെയ്യണ്ട, കുറച്ച് കഴിഞ്ഞ് ജ്യൂസ് എന്തെങ്കിലും വാങ്ങിച്ച് അവർക്ക് കൊടുത്തിട്ട് നമുക്കതേ ആ റെയിൽവേ ട്രാക്കിന് അപ്പുറത്ത് അങ്ങോട്ട് പോയി കഴിച്ചിട്ട് അവിടെ കിടക്കാന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ അടുത്തും പറയല്ലേ, എനിക്കിന്ന് വിശക്കണില്ല മമ്മി, എനിക്ക് കഴിക്കാൻ ഒന്നും തരല്ലേ എന്ന്. എന്നിട്ട് പിന്നെ എനിക്ക് അങ്ങ് മനസ്സ് മടുത്തുപോയി, ഒന്നും ചെയ്യാൻ തോന്നണില്ല. കൊച്ചിങ്ങനെ കരഞ്ഞതിന് ശേഷം പിന്നെ എന്റെ മനസ്സും ഇതുവരെയ്ക്കും മാഞ്ഞിട്ടില്ല അത്. യു ആർ എ സർവൈവർ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. യുനോ, അപ്പോ ഗോഡ് ബ്ലെസ് യു സുജ. ബാറ്ററി ചാർജ് ആയിട്ടുണ്ട്, നമുക്ക് നോക്കണ്ടേ? അതെ, യെസ്, ബാ. ₹20,000 ആണ്
നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഇതൊരു തുടക്കമാവട്ടെ. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് വെച്ചടി കയറ്റാം. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും ശ്വേത ചേച്ചി 20,000 റുപ്പീസ് ഒന്ന് ക്രെഡിറ്റ് ചെയ്യാമോ? ദാ. പെട്ടെന്ന് തന്നെ പൈസ വന്നിട്ടുണ്ട്. Okay. ക്രെഡിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. Okay, okay, thank ഓൾ റൈറ്റ്. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇനിയും നമ്മൾ കാണും, നമുക്ക് പൊളിക്കണം. ഓക്കെ, ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അപ്പം അറിയാം. ഓക്കെ, താങ്ക് യു അമൽ. താങ്ക് യു സോ മച്ച്. കോമഡി മാസ്റ്റേഴ്സ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം കാണാൻ മതിയായിരിക്കും. ബൈ ബൈ.